പണ്ടൊരു ഉസ്താദ് വേണമെന്ന് പറഞ്ഞാല തുമ്മിയ സദസ്സിന് ദുആക്ക് ഉത്തരവുണ്ട്. തുമ്മിയത് എന്താണ്? തുമ്മുന്നേനെ അക്ഷിട്രെന്ന തുമ്മുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് തുമ്മുന്നത്. അള്ളാഹ്ക്ക് മൂക്കിലേക്ക് വെറുതെ ഇതിലിട്ട് കോലിട്ട് തുമ്മുണ്ടെങ്കിൽ ആയിട്ടില്ല. തുമ്മിയെങ്കിലും ഒരാൾ ദ്വാരുന്ന ഉണ്ടാകുമ്പോ വേറൊരാള് തുമ്മിയാൽ എന്തായി? ആ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ഇനി മൂക്കിന്റെ പൊടി ഒഴിച്ചിട്ട് പോകണ്ടാവും ദ്വാരക്ക് നിർത്തേക്കല്ല. അങ്ങനെയല്ല, തുമ്മൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കോട്ടുവായിരുന്നു അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കോട്ടുവായാലും വായു വളക്കുന്ന അതിനെന്താ വായു വളക്കുന്ന. അപ്പൊ ചോറ് വയ്ക്കുമ്പോ വായു വളക്കുന്നതിന് എന്താ? വായു വളക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ വായു ബന്ധാക്കിട്ടൊക്കെ ഉണ്ട്. കോട്ടുവായി എന്നെല്ലാം പറയും. കോട്ടുവായി വായു അല്ലേ? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ശൈത്താനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഇബ്ലീസിന് ഭയങ്കര നിങ്ങളോട് ഗുസ്സ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് എന്നാലോ അവന്റെ വായിലൂടെ ശൈത്താനുള്ളോട്ട് കിടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ബായ അടക്കുന്നത്. എന്തിനാണ്? ചിലർ ബായ അടക്കുന്ന പറയും കണ്ടം വെക്കുന്ന പോന്നത്ര പോയിട്ട് പിന്നെ വന്നെങ്കിലെന്തോ. ഇത് വെറുമ്പന്നെ വട്ടം കൈ പിടിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തുമ്മുന്നതിനെ മുടക്കാൻ പാടില്ല എന്നാണ്. ചില ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ തുമ്മാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ക്ലച്ചലിട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ വരുമ്പോ അഡ്ഡം പോയി മറപ്പിക്കുന്ന ഒരാളുകൾ തപ്പിക്കുന്ന. തുമ്മുന്നതിനെ തപ്പിക്കാൻ തെറ്റിക്കാൻ പാടില്ല. നല്ലതാണ് തുമ്മുന്നത്, ആരോഗ്യത്തിനും നല്ലതാണ്. തുമ്മുന്ന നേരം നമ്മുടെ ഹാർട്ട് ഒരു സെക്കൻഡ് അവിടെ സ്റ്റക്കാവുകയാണ്. തുമ്മുന്ന നേരം അത് കഴിഞ്ഞ് ഹാർട്ട് രണ്ടാമത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന ഒരു വാക്ക് അത് അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. തുമ്മുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് ചൊല്ലുന്നതും അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടമാണെന്ന് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുമ്മല്ലേ അല്ലെ? തുടങ്ങാല്ലേ? നല്ല തുമ്മുന്നത് നല്ലതാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ദുആന്റെ സദസ്സിൽ തുമ്മിയാൽ അത് നല്ലത്. അതുകൊണ്ട് നീ ദിക്ർ ചൊല്ലുന്നവനാകണം. കോഴിയെ പോലെ ആകണം. രാവിലെ ദിക്ർ ചൊല്ലുകയാണ് കോഴി കൂവുന്നത് മലക്കിനെ കാണുമ്പോഴാണ്. രാവിലെ കോഴി കൂകിയാൽ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. റഹ്മത്തിന്റെ മലക്ക് നിന്റെ ദുആ ആമീൻ പറയുന്നുണ്ട്. രാവിലെയോ അല്ലാത്തപ്പോഴോ നായ കുരക്കുന്നത് കണ്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം നായ കുരക്കുന്നത് ശൈത്താനിനെ കണ്ടത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായനെ കണ്ടാൽ കല്ലെറിയണോ? എന്താ ചെയ്യണം? നായനെ കണ്ടെങ്കിൽ ഞാൻ പഠിച്ചോ നിങ്ങൾ കണ്ണു മറിച്ച് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. നായനെ കണ്ടെങ്കിൽ എന്താക്കണം? ഒന്ന് വെച്ചോ എന്താക്കണം? അപ്പൊ നിർത്താ. നിങ്ങളെ ലെവലല്ലേ തപ്പിഞ്ഞല്ല കെട്ടായ നായനെ കണ്ടെങ്കിൽ കല്ലെറിയണമെന്നാ? അള്ളാഹുടെ കാവൽ ചോദിക്കണമെന്നാ? അല്ല. നായനെ കണ്ട കാര്യം അള്ളാഹുടെ കാവൽ ചോദിക്കണമെന്ന് പറഞ്ഞ നായി കൊരക്കുന്ന രാവിലെ സമയത്തോ മറ്റോ നായയുടെ കൊര കേട്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണോ ശൈത്താനെ കാണുമ്പോഴാണ് നായ കൊരക്കുക. ഇനി നാളെ ബട്ടർ പെരക്കുമായിട്ട് വരച്ചിട്ടാകുമ്പോ നിങ്ങൾ നോക്കണ്ട ശൈത്താനുണ്ട്. അത് നിങ്ങൾ എന്നായിട്ടുണ്ടാവില്ല അല്ലേ? മനുഷ്യനെ കണ്ടാ രാവിലെ മനുഷ്യനുണ്ടാവില്ലല്ലോ കാണാൻ. സുബഹിന്റെ നേരത്തുള്ള മനുഷ്യന്മാരുണ്ടാവോ? ആ സമയത്തൊക്കെ ഈ ബാങ്ക് കൊടുക്കുമ്പോ കുരക്കുന്നുണ്ടില്ല. ശൈത്താൻ ഓടുന്നത് കണ്ടുകൊണ്ടാണ് കുരക്കുന്നത്. നായയുടെ കുര കേട്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കോഴി കൂകുന്നത് ഒരു വീട്ടിൽ കോഴി ഉണ്ടാകൽ ബറക്കത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
കോഴി വീട്ടിൽ നല്ല റസൂലുള്ളാഹിക്ക് നല്ല പൂങ്കോഴി ഉണ്ടായിരുന്നു. ചുവന്നതോ വെളുത്തതോ ആയ പൂങ്കോഴി നല്ലതാണ്. നബി തങ്ങൾക്ക് ചുവന്ന പൂങ്കോഴി ഉണ്ടായി. നബി തങ്ങളുടെ വീട്ടില് ചുവന്ന പൂങ്കോഴി നല്ലതാണ്. വീട്ടില് ഈ കണ്ണേറൊക്കെ തടുക്കാൻ പൂങ്കോഴി നല്ലതാണ്. കണ്ണേറുകൾ തടുക്കാൻ നല്ലതാണ് പൂങ്കോഴി. പ്രാവ് പരിവാള അല്ലേ പ്രാവ്. ഈ പ്രാവും കണ്ണേറ് തടുക്കാൻ നല്ലതാണ്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് പ്രാവ്. ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ. ധാരാളം ദിക്ർ ചെയ്യുന്ന ജീവി ഏതാണ്? നല്ലോണം ദിക്ർ ചെയ്യുന്ന ജീവി ഏത്? നമുക്ക് അറിയുന്ന ഏത്? നല്ലോണം ദിക്ർ ചെയ്യുന്ന ജീവി ഏത്? എന്ത് ചെല്ലും ഉസ്കുതം എല്ലാ പാസ് പെണ്ണുങ്ങ പോയിട്ട് വിചാരിച്ചാൽ മുണ്ടിക്ക് ജാഗ്രത. പണ്ടൊരാള് ക്ലാസ് എടുത്താല ഭാര്യ ഭർത്താക്കളെ പ്രശ്നമെല്ലാം തീർക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങളെ പേടിയുള്ള ആളെല്ലാം ഇങ്ങോട്ട് വരുന്ന വിളിച്ചാല ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവരും പോയി, ഒരുത്ത മാത്രമേ പോയേ ഇല്ല. അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഒരു മാലെല്ലാം ഇട്ടിട്ട് അഭിനന്ദിച്ച് നാട്ടിൽ ഒരുത്തനെ ഉണ്ടല്ലോ ഓളെ പേടിക്കാത്തോ. ലാസ്റ്റവനോട് ചെല്ലി നീ പേടിക്കാത്ത എന്റെ സീക്രട്ട് എന്തെന്ന് എല്ലാവർക്കും ചെല്ലിട്ട് കൊടു, ഓറെല്ലാം നല്ല ആവട്ടും ഒക്കെ. അങ്ങനെ അവന് മാലെല്ലാം ഇട്ട് മാലിട്ടു മൈക്കരി ബന്ധങ്ങൾ. അതാ അവൻ പറഞ്ഞു ഓൻ പറയുന്നത് എന്റെ ഓൻ വരാത്തന്റെ സീക്രട്ട് എന്തിന്റെ ഓന്റെ ഓള് ചെല്ലാല പോകുമ്പോ ക്ലാസ്സിന് ഇനി അപ്പറ ഇപ്പറ നിലപ്പിച്ച് പോയിട്ട് ഇരുന്നെങ്കിൽ ആട്ടി അടിച്ചിട്ട് പറഞ്ഞെല്ലാം കൈകാലം വെച്ചിട്ട് കുളിക്കും. അതിനെല്ലാരും പോയത് പോകുമ്പോ ഓള് ചെല്ലി ഇന്നത്തെ എണിച്ചിറങ്ങാനാണ്. ബാക്കി 500 ആളിൽ 499 ആളും പോയി പേടിച്ചു. എല്ലാരും പേടിയുള്ളവരുണ്ട് കുറച്ചല്ലോ. ഇതെല്ലാവർക്കും അങ്ങനെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു തങ്ക ചൊല്ലിക്കൊണ്ടായി പെരക്കാരത്തി കുറച്ച് സ്ട്രോങ് ആണ് അയാൾ പറയുന്നത്. അത് എല്ലാവരുടെ പെരക്കാരത്തി സ്ട്രോങ് തന്നെ അല്ലേ? ആർക്ക് പേടിച്ചില്ലെങ്കിൽ പെരക്കെത്തിട്ടാകുമ്പോ എല്ലാ പൈല 20 ഏതുവാകട്ടെ. അങ്ങനെ നമ്മള് അങ്ങനെ നിങ്ങളുടെ ആരും ചെയ്തിട്ടല്ലേ എന്ത് ചൊല്ലി ഉസ്കു ദമ്മ എടുക്കാൻ കാരണം നോക്കാം. നിങ്ങളെ കപ്പാസിറ്റി അറിയണമെങ്കിൽ ഏലം വിളിക്കണം. അപ്പൊ അറിയും. നോക്കാം നിങ്ങൾ എത്ര ഉഷാറുണ്ട്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ റഹ്മാനേ. നീ കോഴിയെ പോലെയാകണം. ധാരാളം ദിക്ർ ചൊല്ലുന്നവരാകണം. 4ാമത് നീ പൂച്ചയെ പോലെയാകണമെന്ന് പറഞ്ഞില്ലേ? നീ നല്ല താഴ്മയുള്ളവനാകണം, വിനയമുള്ളവനാകണോ. പൂച്ച കക്കാൻ വരുന്നാണെങ്കിൽ എന്ത് പാങ്ങ പൂച്ച വരുന്നത്? തലയിലടിക്കിട്ടിട്ട് നല്ല സമാധാനത്തിന് മാവാൻ എന്ത് പ്രായത്തിലുള്ള വരവാണ്. കക്കാൻ എന്നെ വരുന്നയാണെങ്കിൽ പോലും പൂച്ച വരുന്നത് തലയിൽ അടിക്ക് തലയിട്ടോണ്ട് നല്ല സൗമ്യമായിട്ട് നല്ല അർജന്റില്ല, ഗടിപിടിയില്ല, എന്തില്ല, നല്ല സാവകാശം വരുന്ന വരുത്താണ്. അതുകൊണ്ട് എന്ത് വേണം? നീ നല്ല താഴ്മയുള്ളവനാകണം, നല്ല വിനയമുള്ളവനാകണം. കിബ്രനാകരുത്, അഹങ്കാരിയാവരുത്. അല്ലാഹുവേ ഞങ്ങളിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. കുറച്ചേരം വിളിക്കാം, എന്നിട്ട് പിന്നെ സമയം കിട്ടി കണ്ടിന്യൂ ആക്കാം. കൊണ്ടുപോയി സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് അല്ലേ വേഗം വിളിച്ച് തീർത്തെങ്കിൽ ബാക്കി പോയാൽ ഇല്ലെങ്കിൽ ദുആയിരുന്നിട്ട് പിരിയുണ്ട്. ഇനാരും പോകാൻ കാര്യം ഇത്ര നേരം പോയാലൊന്നും മുണ്ടിട്ടില്ല. അതിന് പോയാലും കാര്യം ദുആ കഴിഞ്ഞിട്ട് പോവാ. ഷീറിന് ഇരുന്നത്തേക്ക് കൊടുക്കുന്നല്ലേ? ഇരുന്നത്തേക്ക് തരുന്നത് ഷീറിന്. ഇരിക്കാത്താക്ക് ഷീറിനില്ല. റിക്ഷയിലുള്ള ആളുണ്ടെങ്കിൽ പേര് ഇങ്ങോട്ട് വിളിക്കുക. കാര്യങ്ങൾ നല്ലൊരു 100 രൂപയെല്ലാം തുടങ്ങണ്ടാവണ്ടേ? നല്ലൊരു എമൗണ്ട് കൊണ്ട് തുടങ്ങി വെക്കും ഇൻഷാ അല്ലാഹ്. 1000 രൂപ 500 മതിയാ? 500 രൂപ ഒന്ന് 500 രൂപ ഒന്ന് 500 രൂപ ഒന്ന് അത്രയൊന്നും താക്കത്തില്ല എനിക്കിപ്പോ. എന്റെ വിത്തര പറഞ്ഞതിന്റെ 1 മണിക്കൂർ ആരും റഫീഖ് വിളിച്ച നിങ്ങന്നല്ലേ അല്ലേ? 1 മണിക്കൂർ പറഞ്ഞ മതിയല്ലോ, 1.25 മണിക്കൂറായി. വിളിക്കാം, നോക്കാം. ഇത് വിളിച്ച് തീരട്ട് പിന്നെ നോക്കാം. 500 രൂപ
മതിയാ? 500 റുപ്യ. ഒരു 1000 റുപ്യക്ക് വിളിക്കാൻ ആളില്ലേ? 1000 റുപ്യ, 1000 റുപ്യ. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരിത് വിളിച്ചാൽ? അല്ലാഹു നീ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. 1000 റുപ്യ ഒന്ന്. ഓ ഇങ്ങനെ 1000 റുപ്യ ഇപ്പൊ കൈ വന്നിച്ചിരുന്നവനെ. 1000 റുപ്യ ഒന്ന്, 1000 റുപ്യ രണ്ട്, 1000 റുപ്യ രണ്ട്, 1000 റുപ്യ മൂന്ന്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. അയാളുടെ പേരെന്തിന്?